حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും സദാ നൽകിക്കൊണ്ടിരിക്കുന്ന പരമകാരുണ്യവാനും കരുണാവാരിധിയുമായ അടിമകളോട് ഏറെ സ്നേഹവും ഇഷ്ടവും വാത്സല്യവുമുള്ള അൽവദൂദായ, അടിമകളുടെ പോരായ്മകളും വീഴ്ചകളും വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് തരുകയും ചെയ്യുന്ന അൽ അഫുവായ, അടിമകൾ ആത്മാർത്ഥമായി ചെയ്തുപോയ തെറ്റുകൾക്ക് ഖേദിച്ചു മടങ്ങിയാൽ എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന, പശ്ചാത്താപം സ്വീകരിക്കുന്ന അത്തവ്വാബും അൽ ഗഫാറുമായ, ചെയ്ത നന്മകൾക്ക് 10 മടങ്ങ് പ്രതിഫലം വർദ്ധിപ്പിച്ചു തരുന്ന അശാക്കിറായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹികമായ ബന്ധങ്ങളിൽ, സാമ്പത്തികമായ ഇടപാടുകളിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ലവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ വളരെ ഗൗരവത്തോടുകൂടെ
നിങ്ങളെല്ലാം ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇസ്ലാമിക ചരിത്രത്തില് അത്ഭുതകരമായ ഒട്ടനവധി സംഭവങ്ങൾ നടന്നത് പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിലും നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു, ഒരു മുഅ്ജിസത്തായിരുന്നു ഇസ്രാ വൽ മിഅ്റാജ്. ഇസ്രാ വൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ 17-ാമത്തെ അധ്യായത്തിലും സൂറത്തുൽ നജ്മ് തുടങ്ങിയ അധ്യായങ്ങളിലുമെല്ലാം അതിനെക്കുറിച്ചുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹീഹ് ബുഖാരിയെ പോലെ, സഹീഹ് മുസ്ലിമിനെ പോലെ തുടങ്ങിയ ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ സംഭവം വളരെ കൃത്യമായി രേഖപ്പെട്ടത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50-ാമത്തെ വയസ്സിലാണ് പ്രവാചകന്റെ പിതൃവൻ എല്ലാ സംരക്ഷണവും നൽകിയ, അവിശ്വാസിയായിട്ട് പോലും എല്ലാ രംഗത്തും സംരക്ഷണം നൽകിയ അബൂ ത്വാലിബ് മരണപ്പെടുന്നത്. അതേ വർഷം തന്നെയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നത്. അപ്പൊ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും തനിക്ക് ഏൽപ്പിച്ച വലിയ ഒരു പിന്തുണ നഷ്ടപ്പെട്ട ആ ദുഃഖഭാരത്താലെ ആമുൽ ഹുസ്ൻ എന്നാണ് ചരിത്രം, ദുഃഖവർഷം എന്നാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഈമാനിക ചൈതന്യവും ദൃഢബോധവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ ഒരു സഹായവും പ്രബോധന രംഗത്ത് ശക്തിയും പകരുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു കാണിച്ചു കൊടുത്ത പ്രവാചകനിലൂടെ, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു കൊടുത്ത വലിയൊരു സംഭവമായിരുന്നു ഇസ്രാ വൽ മിഅ്റാജ്. നമുക്ക് അത് വളരെ വിശദീകരിച്ചുകൊണ്ട് ചുരുങ്ങിയത് അതിന്റെ പദാനുപദം അർത്ഥം, അതായത് ഹദീസുകൾ നോക്കി പദാനുപദം അർത്ഥം പറയണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് 1.5 മണിക്കൂർ നമുക്ക് ആവശ്യമാണ്. അതായത് നേർക്ക് നേരെ ആ ഹദീസിന്റെ പരിഭാഷ പറയാൻ അത്രയും വിശാലമായ, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഇസ്രാ വൽ മിഅ്റാജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹുവിൽ നിന്നും ഒരുപാട് നിർദ്ദേശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുന്നത് വഹീ നൽകേണ്ടതെല്ലാം അല്ലാഹു നൽകി. എന്തെല്ലാം എനിക്ക് അല്ലാഹു നൽകണമെന്ന് ഉദ്ദേശിച്ചോ അതെല്ലാം ആ യാത്രയിൽ ഉപയോഗിച്ച പദമാണ് ഫഔഹല്ലാഹു ഫീമാ ഔഹാ ഇലൈഹി. എനിക്ക് എന്തെല്ലാം ആ സമയത്ത് വഹീ നൽകണോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്രാ എന്ന് പറഞ്ഞാൽ ആ രാപ്രയാണമാണ്. മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ ഫലസ്തീൻ ഷാമിലേക്കുള്ള രാത്രി യാത്രക്കാണ് ഇസ്രാ എന്ന് പറയാ. അവിടെ നിന്ന് 7-ാം ആകാശത്തിന് മീതെയുള്ള റബ്ബുൽ ഇസ്സത്തിനോടുള്ള മുനാജാത്തിന് വേണ്ടിയുള്ള ആ ആകാശയാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അപ്പൊ ആ മിഅ്റാജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 4 കൽപ്പനകൾ കിട്ടിയതായി നമുക്ക് കാണാൻ കഴിയും. 4 കാര്യങ്ങൾ, അതാണ് നമ്മൾ പഠിക്കുന്നത്. സാധാരണ എല്ലാവരും നമസ്കാരത്തെ കുറിച്ച് മാത്രമാണ് പറയല്, പക്ഷെ നമ്മൾക്ക് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ചില വശങ്ങളെ കുറിച്ച് ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ഫഉഅതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തൻ. ഉഅതിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് 3 കാര്യങ്ങൾ നൽകി. ഒരു ഹദീസിൽ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി അല്ലാഹു കിട്ടിയ 1 സ്വലവാത്തുൽ ഖംസ്, 5 വഖത്ത് നമസ്കാരം നിർബന്ധമാകുന്നത് മിഅ്റാജിന് ശേഷമാണ്. അതുവരെ നബി സ്വഹാബികൾ നമസ്കരിച്ചിരുന്നു. അതിന്റെ രീതിയോ അതിന്റെ രൂപമോ, ഖിയാമുൽ ലൈലിനെ കുറിച്ച് സംസാരിക്കുക, സൂറത്തുൽ മുസമ്മിൽ അതിന്റെ തുടക്കത്തിലെല്ലാം പ്രവാചകൻ രാത്രി നമസ്കാരത്തെ കുറിച്ച്, ഫർദ് നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിനുള്ള നമസ്കാരത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഖുർആൻ, ഹദീസിൽ കാണാം. പക്ഷേ അതിന്റെ രീതിയോ രൂപമോ നമുക്ക് വ്യക്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതോടെ കിട്ടിയത് 5 വഖത്ത് നമസ്കാരമാണ്. അതിന്റെ ആ സംഭവം വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: 5-ാം ആകാശത്ത് 6-ാം ആകാശത്ത് മൂസാ അലൈഹിസ്സലാമുമായുള്ള മുനാജാത്തിന് ശേഷം, സംസാരത്തിന് ശേഷം 6-ാം ആകാശത്ത് 7-ാം ആകാശത്ത് പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കാണുന്നു. അതിനു മീതെ അള്ളാഹു
അള്ളാഹുമാരുടെ സംസാരം. അവൻ തിരിച്ചു വരുമ്പോ ആറാം ആകാശത്തെത്തി മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എന്താണ് അള്ളാഹുവിന് കിട്ടിയത്? അപ്പൊ വിശ്വാസം പറഞ്ഞു, എനിക്ക് 50 വക്ത് നമസ്കാരമാണ്, നിസ്കരിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് കിട്ടിയത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് റസൂൽ വരുന്നത്. 50 വക്തുകൾ ആരെയും 50 വക്ത്. മൂസാ നബി അലൈഹി സ്വലാം സംബന്ധിച്ചിടത്തോളം ഒരു ജനതയെ പ്രബോധനത്തിന് വേണ്ടി ഉപയോഗിച്ച് പരീക്ഷിച്ച് ആ ജനതയുടെ, നമ്മുടെ ഭാഷ ക്ഷമയുടെ നെല്ലിപ്പൊടി കണ്ട ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം. കാരണം അത്രയും റസൂൽ ഇടയ്ക്കിടെ സ്വഹാബികൾ, പുതിയ സ്വഹാബികൾ, കടന്നു വന്ന സ്വഹാബികളുടെ ചില സംസാരങ്ങൾ, ചില സ്വഹാബികളുടെ പുതു സ്വഹാബികളുടെ ചില സംസാരങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെടില്ല തോന്നിയാൽ റഹിമല്ലാഹു മൂസ, അല്ലാഹു മൂസ അനുഗ്രഹിക്കട്ടെ, എത്ര ക്ഷമിച്ചു മൂസ എന്ന് പറയുന്നത്. കാരണം അത്രയും ക്ഷമാലാണ് മൂസ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു സമൂഹത്തെ പരീക്ഷിച്ച ജനവിഭാഗമാണ്. അതുകൊണ്ട് റസൂലെ, താങ്കൾ തിരിച്ചുപോയി അള്ളാഹുവിനോട് ഒന്നത് കുറച്ചു തരാൻ പ്രകാരമാണ് പറയുന്നത്. താങ്കൾ കുറച്ചു തരാൻ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സമൂഹം ഈ വരാനിരിക്കുന്ന ആ സമൂഹം ഉണ്ടല്ലോ, അത് ദുർബലരാണ്, ശാരീരികമായിട്ടും അതുപോലെ ഹൃദയം, കണ്ണും കേൾവിയും എല്ലാം. അതുകൊണ്ട് തിരിച്ചു പോയിട്ടൊന്നും കുറച്ചു തരാൻ ആവശ്യപ്പെടണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പോണോ? ആ പോയിക്കോ. അങ്ങനെ പോകുന്നുണ്ട്. പോയി 5 വക്ത് കുറയ്ക്കുന്നു, 45. അങ്ങനെ വീണ്ടും തിരിച്ചു, ഈ തിരിച്ചു വീണ്ടും സംസാരിക്കാൻ എത്ര കുറച്ചു? 5. ചില റിപ്പോർട്ടിൽ വ്യത്യാസമുണ്ട്. എന്തിനും പല തവണ താങ്കളുടെ ഉമ്മത്ത് ചെയ്യില്ല, താങ്കൾ തിരിച്ചു പോകണം. അങ്ങനെ ഓരോ സമയം 5 വക്ത് 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മൂസാ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം. കാരണം ഞാൻ ഒരു സമൂഹത്തെ പരീക്ഷിച്ചറിഞ്ഞ വ്യക്തി, അതുകൊണ്ട് കഴിയില്ല, തിരിച്ചു പോകാൻ പറയുന്നുണ്ട്. അവസാനം തിരിച്ചു വരുമ്പോ അള്ളാഹു അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം, ഒരു കൽപ്പന ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹു ലഘൂകരിച്ചു. അള്ളാഹു ലഘൂകരിച്ചതിന്റെ ഒന്നിന് 10 നന്മ എന്ന്. ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം എന്ന നിലയ്ക്ക് 50 വക്ത് പല തവണയായി 5 വക്തായി ചുരുക്കിയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്ന പ്രതിഫലം, 5 വക്തിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം, ഇന്നഹുന്ന 5 സലവാത്ത് കുല്ലി യൗമി വ ലൈല ലികുല്ലി സലാത്തിൻ 10 ഫദാലിക 50 സലാം. ഒരു വക്തിന് 10 വക്തിന്റെ പ്രതിഫലമാണ് നൽകുക. അങ്ങനെ 5 വക്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം 50 വക്തിന്റെ പ്രതിഫലമാക്കി ചെയ്ത കർമ്മങ്ങൾ കുറച്ചിട്ട് പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ചു. കാരുണ്യവാനായ അർഹമുർ റഹീമായ പടച്ചതമ്പുരാൻ റസൂൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് തിരിച്ചു വരുന്നത്. കാരണം 50 വക്ത് റസൂലുള്ളാഹി അതിൽ ഈ 50 വക്താക്കി ഒരു വർഷം. പക്ഷെ എങ്കിലും മുമ്പ് സമൂഹത്തെ പരീക്ഷിച്ചു എന്ന നിലയ്ക്ക് അനുഭവമുള്ള മൂസാ നബി അലൈഹി സ്വലാം നിർദ്ദേശ പ്രകാരം അത് കുറയ്ക്കുക. എന്നാൽ പ്രതിഫലം ഒട്ടും കുറയാതെ സഹോദരങ്ങൾ, നമ്മള് ഒരു ജുമ നിസ്കരിക്കും, നമ്മുടെ മനസ്സെന്തായോ 10 ജുമയുടെ കൂലിയാണ്. നിസ്സാരല്ലാതെ ഒരു സുബഹിയുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജമാഅത്ത് 10 ജമാഅത്ത് നമസ്കരിച്ച കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത് എന്നാണ്. കാരണം നമ്മൾ മറ്റു സമുദായം തമ്മിൽ ആയുസ്സിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ശാരീരിക എല്ലാം വ്യത്യാസമാണ്. അവർക്ക് വർഷങ്ങൾ കൂടുതലാണ്. പൂർവ്വ സമുദായങ്ങൾ പരിശോധിക്കുമ്പോൾ 1000 വർഷം ജീവിച്ച ആളുകൾ അവരുടെ അമലുകൾ കൂടും. അപ്പൊ നമുക്ക് അമലുകൾ കുറച്ചിട്ട് പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ചു. കാരുണ്യവാനായവർക്ക്. അപ്പൊ നമുക്ക് സത്യത്തിൽ ഓരോ വക്ത് നിസ്കരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഈമാൻ തരോ ഒരു 10 വക്ത് നിസ്കരിച്ച പ്രതിഫലമായിട്ട് നമ്മൾ മടങ്ങുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു നിയ്യത്തോടു കൂടി വേണം ഓരോ വക്തിനെ സമീപിക്കാൻ. ആ നമസ്കാരം അത് സഹോദരങ്ങളെ, മറ്റ് കർമ്മങ്ങളെല്ലാം ശ്രദ്ധിക്കണം. മറ്റ് കർമ്മങ്ങൾ നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, അതല്ലെങ്കിൽ ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, ഇതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് വന്നിട്ടാണ് കൽപ്പന കൊടുക്കുന്നത്. ഉപരിലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ കൽപ്പന കിട്ടി ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ. നമസ്കാരത്തിന്റെ വിഷയം നേരെ തിരിച്ചാണ്. നബി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് കൊടുക്കുന്ന വലിയ ഉപദേശം എന്ന് വെച്ചാൽ അത് അത്രയും ഗൗരവമാണ്. ഒരു അടിമ ഉടമയുമായി, സട്ടാവുമായി, പടച്ച തമ്പുരാനുമായി, അർഹമുർ റഹീമായ അല്ലാഹുമായി
ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സന്ദർഭമാണ് അസ്വലാ, നമസ്കാരം. ആ നമസ്കാരത്തിന്റെ സുജൂദ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടരുത്. മരിക്കുന്ന ദിവസം, മരിക്കുന്ന ദിവസം, അവസാന ദിവസങ്ങളിലെല്ലാം സംസാരിച്ച വസിയത്ത് കൊടുത്ത വിഷയങ്ങളിൽ നമസ്കാരം നിലനിർത്തുക എന്ന് പറയാൻ പോലും കഴിയാതെ എന്ന് പറയുന്ന ഹദീസിൽ കാണാം. മരിക്കുന്നതിന്റെ തൊട്ടുമുള്ള സമയങ്ങളിൽ സ്കാരങ്ങൾ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. അത് വളരെ ഗൗരവമാണ്. കാരണം 5 വക്ത് നമസ്കാരം എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒപ്പിച്ച പ്രതിഫലം നമ്മുടെ അശ്രദ്ധ കാരണം, നമ്മുടെ സൂക്ഷ്മക്കുറവ് കാരണം, നമ്മുടെ ഗൗരവമില്ലാത്ത ജീവിതത്തിന്റെ ക്രമം കാരണം അത് നഷ്ടപ്പെട്ടു പോകരുത്. വളരെയധികം കാത്തു സൂക്ഷിക്കേണ്ട, നിലനിർത്തേണ്ടതാണ്. പക്ഷെ ഇതിൽ ഈ ഹദീസിൽ കാണാം, തിരിച്ച് 5 വക്തായിട്ട് വരുമ്പോഴും മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് ഹദീസിൽ കാണാം, ഇത് ചെയ്യൂല, ഇതും ആളുകൾ ചെയ്യില്ല. അതുകൊണ്ട് തിരിച്ചു പോയിട്ട് ഒന്നുകൂടി കുറയ്ക്കാൻ ആവശ്യപ്പെടണം എന്ന് പറയുന്നുണ്ട്. പറയാണ് ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും ഒന്നുകൂടി പോയിരുന്നെങ്കിൽ. ചില ആളുകൾ കാണുമ്പോഴാണ് ഇതിന്റെ ഗൗരവമായി ഹദീസ് മനസ്സിലാക്കുന്നത്. നിസ്കരിക്കാത്ത ആളുകൾ കാണുമ്പോഴാണ് മൂസാ നബി പറഞ്ഞു സ്വതക്ക മൂസാ അലൈഹി സ്വലാം പറഞ്ഞ എത്ര സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. റസൂൽ പറയണം, ഒരുപാട് തവണ ഞാൻ പോയി, ഇത് ഞാൻ എന്റെ റബ്ബിലേക്ക് തിരിച്ചു പോകാൻ എനിക്കൊരു ഹയാ, ഒരു ലജ്ജ. അതായത് വീണ്ടും പോയി പറയും, ഇത് ഇത്രയും വലിയ 5 വക്തിന് 50 വക്തിന്റെ കൂലി നിശ്ചയിച്ച പടച്ചവരാൻ അർഹമായ പടച്ച പ്രതിഫലത്തിന് വേണ്ടി ആഗ്രഹിച്ചു. പഠിക്കേണ്ട വിഷയം എന്ന് വെച്ചാല് സഹോദരങ്ങൾ, ആ നമസ്കാരത്തെ ആ ഒരു സ്പിരിറ്റോടുകൂടെ, ആ ഒരു താല്പര്യത്തോടുകൂടെ, ആ ഒരു മഹത്വത്തോടുകൂടെ നമ്മൾ കാണണം. അത് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ എന്ത് പോരായ്മകൾ കുറിച്ചൊക്കെ മനുഷ്യരും, പക്ഷെ നമസ്കാരത്തിന്റെ രംഗത്ത് അത് നമുക്ക് വീഴ്ച പോകാം. കാരണം അതിനങ്ങനെയാണ് അവർ പരിഗണിച്ചത്. അപ്പോൾ നമ്മളൊന്നും ആ തലങ്ങളിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമമാണ്. നടക്കാൻ പറ്റാത്തൊരവസ്ഥ, നമുക്കത് പറയാൻ പോലുമുള്ള ഒരു യോഗ്യത ഉണ്ടോ എന്ന് പരിശോധിക്കണം 100 വട്ടം. കാരണം നടക്കാൻ പോലും പ്രവാചകൻ കഴിയാത്ത സാഹചര്യത്തിൽ 2 സ്വഹാബികളും തോളിൽ കൈവച്ചിട്ടുണ്ട്. അതിന് കാല് ശരിക്കും പൊക്കിയേക്കാൻ പറ്റാതെ ഒന്ന് അലി റളിയല്ലാഹുവിന്റെയും അതുപോലെ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെയൊക്കെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പ്രവാചകനെ വലിച്ചു കൊണ്ടുപോകുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുവരുന്ന ഒരു കുറച്ചെങ്കിലും കാലുകൾ വേച്ച് വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ജമാഅത്തിന് പ്രവാചകൻ വന്ന് ഇരിക്കുകയാണ്, നിൽക്കാൻ പറ്റാതെ ഇരിക്കുന്ന ചില സന്ദർഭങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിമിഷങ്ങളായി ഇത്രയും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജമാഅത്തിനും ആ നമസ്കാരത്തിനും ഇത്രമാത്രം താല്പര്യം കാണിച്ചെങ്കിൽ പോരായ്മകളും വീഴ്ചകളുമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ എത്ര ഗൗരവത്തോട് നമ്മൾ കാണണം. ഒരിക്കലും നമ്മൾ ഇത് നിരന്തരമായി ആ രംഗത്ത് ഒരു ശ്രദ്ധ, നമുക്ക് അതിന് അലസ മനോഭാവം നമുക്കുണ്ടായി. എപ്പോഴെങ്കിലും അല്ല, അതിനൊരു സമയമുണ്ട്. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് അവരെ കുറിച്ചാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ചാണ് നമസ്കരിക്കുന്ന അവരൊരു സമയമുണ്ട്. അവരൊരു സമയം നിശ്ചയിച്ചിട്ട് അതിൽ നിസ്കരിക്കുള്ളൂ. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് മുനാഫിക്കുകൾ എന്ന്. അവരെ കുറിച്ചാണ് ഹദീസുകൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആ രംഗത്ത് സൂക്ഷ്മം പാലിക്കുക. 2 ഹദീസിൽ കാണാം. 2ാമത്തെ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ തന്നെ കൊടുക്കുന്ന മറ്റൊരു കൽപ്പന ഹദീസിൽ കാണാൻ കഴിയും. ആ സമയത്ത് ഒരാള് ഹസനത്തൻ ഫലം യഅമലഹാ കുതിബത ലഹു ഹസനത്തൻ ഫഇൻ അലൈഹാ കുതിബത ലഹു 10. ഒരാൾ ആ സമയത്ത് തന്നെ കൊടുക്കുന്ന മറ്റൊരു ഉപദേശമാണ്, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ നന്മ ചെയ്താൽ അവര് അതിന്റെ 10 ഇരട്ടി മുതൽ ചില ഹദീസിൽ കാണാം 700 ഇരട്ടി വരെ അള്ളാഹു അത് അതിനേക്കാൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഒരു നന്മയുടെ പ്രതിഫലമല്ല സഹോദരങ്ങളെ. നിങ്ങൾ ഒരു ദീനാറോ ഒരു രൂപയോ ഒരു ദിർഹമോ അല്ലെങ്കിൽ ഒരു രൂപയോ 10 ചെലവഴിച്ചാൽ നിങ്ങളുടെ നിയ്യത്തും ഈമാനും അനുസരിച്ച് അതല്ല അന്ന് പരിഗണിക്കുന്നത്. അതിന്റെ 700 ഇരട്ടി വരെ അള്ളാഹു നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകുമെന്നാണ്. ഒരു നന്മയ്ക്കാണ് ഒരു അലിഫ് പറഞ്ഞത്. ഖുർആൻ റസൂലുള്ളാഹി വിശദീകരിച്ചല്ലോ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒരു അലിഫ് ഓതാത്രല്ലോ. ഒരു അലിഫിന് അന്ന് നിശ്ചയിച്ച കൂലി അലിഫ് എന്ന് ഓതിയാൽ 10 നന്മയാണ്. അതൊരാളുടെ ഈമാനും ഇഖ്ലാസ് അനുസരിച്ച് കൂലി കൂടും, കൂലി പ്രതിഫലം വർദ്ധിക്കും. ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ അങ്ങനെയുണ്ട്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒരാൾ എത്തിപ്പെടാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ചെയ്യാൻ വിചാരിച്ചു, അയാൾക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. നമ്മൾ സാധാരണ ധാരം പോലെ ഒരാള്
ഉറങ്ങാൻ പോകുമ്പോ തഹജ്ജുദ് കഴിക്കുന്നവരുടെ എല്ലാം തയ്യാറെടുപ്പോട് കൂടി കിടന്നു. ഹദീസാണ്, ഇമാം ബുഖാരി മുസ്ലിം എല്ലാം റിപ്പോർട്ട് ഹദീസാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് കിടന്നു. ആളുകളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തഹജ്ജുദ് ഒരു 3 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ എഴുന്നേൽക്കാൻ പ്ലാൻ ചെയ്ത് കിടന്നു. പക്ഷെ അയാൾക്ക് എണീക്കാൻ പറ്റില്ല. ഒരുപക്ഷെ യാത്ര കൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായ ക്ഷീണം കൊണ്ട് ആള് ഉറപ്പിൽ തീരുമാനിച്ച വിഷയമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അത് ഉറക്കം അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനം, ഒരു സ്വതക്കയും അയാൾ നമസ്കരിച്ച കൂലിയും രേഖപ്പെടുന്നതാണ്. പക്ഷെ ഹദീസിൽ പദപ്രയോഗമുണ്ട്, സ്ഥിരം നമസ്കരിക്കുന്നതിനെ കുറിച്ചാണത്. ഏതെങ്കിലും ഒരു തഹജ്ജുദിന് മുമ്പ് തീരുമാനിച്ചു അന്ന് ഉറങ്ങി പോയാല് അതിന് കിട്ടൂല. ആകെ അന്നായിരിക്കും തീരുമാനിച്ച് നമസ്കരിക്കുന്നത്. അന്നെ ഉറങ്ങിപ്പോയാലോ അതിന് കിട്ടൂല. സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസാഫിർ യാത്രക്കാരന് പകുതി നമസ്കരിച്ചാൽ മതി. കസറാണ് 4 റക്അത്ത് 2 റക്അത്താണ്. പക്ഷെ അല്ലാഹു കൂലി കൊടുക്കുന്നത് യാത്ര പോകുന്ന തലേ ദിവസം അല്ലെങ്കിൽ തൊട്ടുമുള്ള ദിവസങ്ങളിൽ അയാൾ എങ്ങനെയാണോ നാട്ടിൽ നിസ്കരിച്ചത് അതേ പ്രതിഫലം. ജമാഅത്തിന് പങ്കെടുത്തു, സുന്നത്ത് നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, എന്തെല്ലാം നിർവഹിച്ചോ അതിന്റെ എല്ലാ പ്രതിഫലം. എത്ര ദിവസമാണോ യാത്ര ചെയ്തത് അത് തിരിച്ചു വരുന്നത് അതേ പ്രതിഫലമാണ്. ഒരു രോഗിയായ ഒരാൾ സ്വാഭാവിക രോഗം വന്നാൽ പള്ളിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അയാൾ നിസ്കരിക്കും, ടൈം ചെയ്ത് നിസ്കരിക്കുന്നത് അയാൾ ചിലപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോ നമുക്കറിയാം, ഒരുപാട് വർഷം നിന്ന് നമസ്കരിച്ച ആളുകൾ നിൽക്കാൻ പറ്റാതെ നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും. അല്ലാഹു അവർക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നത് അയാൾ ആരോഗ്യവാനായിരിക്കെ എപ്രകാരമാണോ നിന്ന് നമസ്കരിച്ചത് അതിന്റെ പ്രതിഫലമാണ് രോഗിയായി മരണപ്പെടുന്നവരെ അല്ലാഹു അദ്ദേഹം തീരുമാനിക്കുന്നത്. അല്ലാഹു കാരുണ്യവാനാണ് സഹോദരങ്ങൾ, അല്ലാഹു കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് നല്ല ആരോഗ്യ സഹത്തുള്ള സമയത്ത് അമലുസ്വാലിഹാത്തുകൾ കൂടുതൽ അനുഭവിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് തളർന്നാൽ ഇപ്പൊ ഒരാൾ തളർന്നു വിചാരിക്കപ്പെട്ടത് ആണ്, അതുപോലെ എല്ലാ കാര്യം ചെയ്ത് മരിക്കുന്നവരെ കോമ സ്റ്റേജ് ആണെന്ന് വിചാരിക്കുക. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എങ്കിലും അത് താഴ്ന്നു നിൽക്കേണ്ടല്ലോ മുമ്പത്തില്. അയാൾ അതിനു മുമ്പ് എന്തെല്ലാം അമൽ ചെയ്തോ അയാൾ മരിക്കുന്നവരെ അതേ അമലാണ് രേഖപ്പെടുന്നത്. നേരെ മറിച്ച് നേരെ തിരിച്ചാണെങ്കിലോ ഒന്നും ചെയ്യാത്ത അവസ്ഥയാണെങ്കിലോ അതായിരിക്കും അവന്റെ പരിതമായ ഫലം. അപ്പൊ അതിന് ഗൗരവത്തോട് കാണാം. ഇത് ഒരു അമൽ ചെയ്താൽ ഇത് അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ഒരു അമൽ അയാൾക്ക് ചെയ്യണം പ്ലാൻ തീരുമാനിച്ചു പറ്റിയില്ല എങ്കിലും ഒരു നന്മ രേഖപ്പെടുത്തും. ചെയ്യാൻ പറ്റി നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ തെറ്റ് ചെയ്താൽ ഒരു തെറ്റിന്റെ ശിക്ഷയുടെ പ്രതിഫലം അല്ലെങ്കിൽ ആ കുറ്റമേ രേഖപ്പെടുത്തുകയുള്ളൂ. ഇനി ആ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് അല്ലാഹുവിന് വേണ്ടി ആ തെറ്റ് ഒഴിവാക്കിയാൽ, ആ തിന്മ ഒഴിവാക്കിയാൽ അതും ഒരു പ്രതിഫലമായി രേഖപ്പെടുത്തും. ഒരു ഹറാമം ചെയ്യുമെന്ന് വിചാരിച്ചു, പിന്നെ തോന്നി വേണ്ട അത് പഠിച്ചോൻ ഇഷ്ടമല്ലോ അല്ലെങ്കിൽ അന്ന് വിലക്കിയതാണല്ലോ അന്ന് അത് വിരോധിച്ചതാണല്ലോ എന്ന് പറഞ്ഞുള്ള മാറുന്നാൽ അതിന് പോലും പ്രതിഫലമാണ്. സഹോദരങ്ങളെ, തെറ്റ് ചെയ്യാതിരിക്കുന്നതിന് പോലും പ്രതിഫലം നൽകുകയാണ്. അതാണ് കാരുണ്യവാനായ റബ്ബ്. അപ്പോൾ രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തൊരു കൽപ്പന അതാണ്. മൂന്നാമത് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത് 2 ആയത്ത് മിഅ്റാജിന്റെ വേളയിൽ അല്ലാഹു കൊടുത്തൊരു സമ്മാനമാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത് 2 ആയത്ത് ഖവാതീബ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം 287 285 286 ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി തുടങ്ങുന്ന 2 ആയത്തുകൾ. ആയത്ത് പലതവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി ഹദീസിൽ കാണാം, മൻ ഖറഉമാ ഫീ ലൈലത്തിൻ കഫതാ, ഒരാൾ രാത്രിയിൽ ഓതിയാൽ അത് മതി, അവന് സംരക്ഷണമായി അത് മതി. അത് മാത്രം വിശദീകരിക്കേണ്ടതുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾ ഓതുന്നുണ്ട് രാത്രിയിലൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ ചൊല്ലുന്ന ആളുകൾ കൂട്ടത്തിൽ 2 ആയത്തുകൾ. അതിന് മഹത്വമിലാണ്. ഇത് മിഅ്റാജിന്റെ വേളയിൽ അല്ലാഹു നൽകിയതാണ്. അല്ലാഹു നൽകിയ ഒരു സമ്മാനം ഈ 2 സൂറത്ത്. ഈ സൂറത്തിനെ കുറിച്ച് മറ്റു ചില സന്ദർഭങ്ങളിൽ പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. ഒരിക്കല് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഒരു സമയം അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആകാശത്തിൽ വലിയൊരു ശബ്ദം കേട്ടു. ഒരു മലക്ക് ഇറങ്ങി വന്നു. ഹദീസിൽ കാണാം, ഇന്നേ വരെ ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല, ഇന്നേ വരെ ആ മലക്ക് ഇറങ്ങി വന്നിട്ടില്ല. ആ മലക്ക് ഇറങ്ങി വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമും റസൂലുള്ളാഹി ഇരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിൽ നൂറൈൻ, നിങ്ങൾക്ക് അബ്ശിർ ബിൽ നൂറൈൻ ഊതീതുഹുമാ ലം യൂതഹുമാ മിൻ നബിയ്യിൻ ഖബല. ആ മലക്ക് പറയാൻ, ഇതാ 2 പ്രകാശം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് മുമ്പ് ഒരു നബിക്കും നൽകാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. വെച്ചാൽ ഒരേ വിഷയം തന്നെ പല സന്ദർഭങ്ങളിലായി അവതരിച്ചു. വേറൊരു മലക്കിറങ്ങണോ, ആകാശ ലോകത്തുനിന്ന് മറ്റൊരു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ ഇരിക്കുന്ന സദസ്സിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, 2 പ്രകാശം ഇതാ നൽകപ്പെടുകയാണ്.
അത് ഒരു നബിക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഏതാണ് ഇതിന്റെ പ്രകാശം? ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, രണ്ട് സൂറത്തുൽ ബഖറ അവസാനത്തെ ഭാഗം, അതാണ് നൂറൈനി എന്ന് പറയുന്നത്. അപ്പൊ ഇത് പല തവണയായിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് ധാരാളമല്ല ഇതിൽ പറയാം അവസാനം. അതുകൊണ്ട് ഇതിന്റെ പ്രാർത്ഥന ഫാത്തിഹ പ്രാർത്ഥനയാണ്, ഇതിന്റെ അവസാന ഭാഗം എല്ലാം പ്രാർത്ഥനയാണ്. ഇതിന്റെ ഓരോ ഹർഫിനും അത് ആ ചോദിക്കുന്നതിനെല്ലാം അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. അള്ളാഹു നൽകും. അപ്പൊ നമ്മളതാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഞാനത് നൽകാനാണ്. നമ്മൾക്ക് ഹദീസിൽ കാണാം, ഖുദ്സിയായ ഹദീസിൽ അവൻ ചോദിച്ചെങ്കിൽ അവൻ നൽകും. അവൻ ചോദിച്ചവൻ നൽകും. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തൈനാ. അപ്പൊ അല്ലാഹു പറയും റബ്ബനാ ലാ തുആഖിദ്നാ, റബ്ബേ നമ്മളെ ശിക്ഷിക്കരുത്, ഇൻ നസീനാ മറന്നതിന്റെ പേര്, വഅഖ്തൈനാ അബദ്ധം പറ്റിയതിന്റെ പേര്. അപ്പൊ അല്ലാഹു പറയുന്ന മറുപടി ഖദ് ഫഅൽതു. ഓക്കേ ശരി, ഇതിനെ ശിക്ഷിക്കില്ല. മറന്നതിന്റെ പേര് ശിക്ഷിക്കില്ല, അബദ്ധം വന്നതിന് ശിക്ഷിക്കില്ല. മുമ്പുള്ളവർക്ക് ചുമത്തിയ പോലെ ഭാരം പ്രയാസം ചുമത്തരുത്. അത് ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്യാം, നമുക്ക് ചുമത്തില്ല. പലതും ലഘൂകരണം. അതേ പറഞ്ഞത് ഇബാദത്തുകളിൽ പലതും മുൻ സമുദായങ്ങൾക്ക് ഇല്ലാത്ത പല ഇളവുകളും നമുക്ക് നൽകി. ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞത് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ഭാഗം. പിന്നീട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു വളരെ പ്രധാനപ്പെട്ട വശം. വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹ് മിൻ ഉമ്മത്തി അൽ മുഖഹിമാത്ത്. ഒരാള് ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെയാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ, ഉമ്മത്തിൽപ്പെട്ട ഒരാള് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെയാണ് അയാൾ ഇവിടെ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. ഇനി മറ്റു പാപങ്ങൾ സംഭവിച്ചാലും ശ്രദ്ധിക്കാം, ശിർക്കല്ലാത്ത മറ്റ് ഗുരുതരമായ വൻപാപങ്ങൾ സംഭവിച്ചാലും ശിർക്ക് ചെയ്യാതെയാണ് ഒരാൾ ഇവിടെ നിന്ന് പിരിയുന്നതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്യും? പാപങ്ങൾ പുറത്തു കൊടുക്കും. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. കാരണം പങ്കു ചേർക്കുക എന്നുള്ളത് അള്ളാഹു ശിർക്ക് ചെയ്യാൻ അത്ര ദൂരം, അത്ര വലിയ പാവമാണ്. പല അധ്യായങ്ങളിലൂടെ ഇപ്പൊ സൂറത്തുൽ നിസായിൽ തന്നെ 2 ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കും. ഒരേ ആശയം ഉൾക്കൊള്ളുന്ന സൂറത്തുൽ നിസാ 48-ാമത്തെയും അതുപോലെ 116-ാമത്തെ ആയത്തും ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അള്ളാഹു ഒരിക്കലും അള്ളാഹു പുറത്തു നൽകുകയില്ല. യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തത് പങ്കു ചേർക്കുക അല്ലാത്ത പാപങ്ങൾ സംഭവിച്ചാൽ അത് അള്ളാഹുവിന്റെ കാരുണ്യമെന്ന് നിനക്ക് ചിലപ്പോൾ ശിക്ഷയുണ്ട്, ചിലപ്പോൾ നരകത്തിൽ പോകേണ്ടി വരും, ചിലപ്പോൾ എങ്കിലും അയാൾ നരകത്തിൽ നിന്ന് പുറത്തെടുത്ത് അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ചില ഹദീസുകൾ നിമിഷം. കാരണം ശിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാര് അവർ സ്വർഗത്തിലെത്തും, ചിലപ്പോൾ ശിക്ഷകൾ അനുഭവിച്ചിട്ടാണെങ്കിലും ശരി. സഹോദരങ്ങളെ, ഈ 4 ഉപദേശങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാൻ. ഒന്ന് നമസ്കാരമാണ്, 10 വക്തിന്റെ കൂലിയാണ് ഒരു വക്തിന്. 2 ഏത് നന്മയാകട്ടെ ആ ഒരു നന്മ ചെയ്താൽ അതിന് ഒരു പ്രതിഫലമല്ല, 10 ഇരട്ടിയാണ്. നിയ്യത്തനുസരിച്ചും അതിന്റെ തോതനുസരിച്ചും അതിന്റെ പ്രതിഫലം വർദ്ധിക്കും. 3 സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. അത് അതിന്റേതായി ഗൗരവം കൊടുക്കാനുള്ള പ്രാർത്ഥനയാണ്. രാത്രി ഓതന സൂറത്താണ്. പല സന്ദർഭങ്ങളിലും വലിയ ഗൗരവമുള്ള പരിഗണിക്കേണ്ട ആയത്തുകളാണ്. 4 ശിർക്ക് ചെയ്യാതെ മുവഹിദുകളായി മുസ്ലിങ്ങളായി ഈ ലോകത്ത് മരപ്പെടുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കും. الحمد لله رب العالمين حمدا كثيرا طيبا باركا فيه وصلى الله على نبينا محمد وعلى اله وصحبه اجمعين. സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളും നിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത നടപടിക്രമങ്ങളും കൂടുതൽ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടുകൂടി ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അല്പം കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണെങ്കിലും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹദീസിൽ വന്ന അതിന്റെ ചുരുക്കി നമ്മൾ പഠിക്കാനുള്ള പാഠം നിരക്ക്. ഒന്ന്, ആയിഷ റളിയല്ലാഹു തആല പറയുന്ന ഒരു ഉദ്ധരണി, അവർക്ക് റമദാൻ, അതായത് കഴിഞ്ഞ വർഷം റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കിടയിൽ വൈകിട്ട്, അതായത് നഷ്ടപ്പെട്ട നോമ്പുകൾ എടുക്കാൻ വൈകിട്ട് അവരെടുത്തു കൂട്ടുന്നത് ശഅബാനിൽ അവരെടുത്തു വെക്കും. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് നഷ്ടപ്പെട്ട നോമ്പ് റമദാൻ നഷ്ടപ്പെട്ട അടുത്ത മാസം തന്നെ എടുക്കലുണ്ട്.
അങ്ങനെ ചില ആളുകൾ ഈ വിഷയം ശ്രദ്ധിച്ചിട്ടില്ല. ചിലപ്പോ ഒരു 5 നോമ്പിട്ടില്ലേ, ഇപ്പഴായിരിക്കും ഓർമ്മ വരിക. ഭാര്യയോട് ചോദിക്കാം, ഉമ്മയോട് ചോദിക്കാം, മക്കളോട് ചോദിക്കാം, കുടുംബക്കാരോട് സംസാരിക്കാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നോമ്പുണ്ടോ? ചിലപ്പോൾ ഗർഭകാലമായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ, പ്രായമുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾ എടുക്കാൻ പറ്റാത്ത അവർക്ക് വേറെ ഫിദിയ നൽകണം. ഇനി എടുക്കാൻ വേണ്ടി പ്രായച്ചിട്ട് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത്, നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ റമദാനിൽ നിർബന്ധമായി എടുത്തു വിട്ടേണ്ട നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ മാസം എന്ത് ചെയ്യാം, ആ കണക്കാക്കി എടുത്തു വിട്ടാൻ കഴിയാത്തവർ എന്ന് വെച്ചാൽ നിത്യരോഗികളോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നവരോ അല്ലെങ്കിൽ എടുക്കാൻ കഴിയാത്തവരോ ഉണ്ടെങ്കിൽ അതിന് ഫിദിയ പ്രായച്ചിട്ട് നൽകണം. നമുക്ക് വിശദീകരിക്കാം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസം 30 അല്ലെങ്കിൽ 29 ദിവസം പൂർണ്ണമായി നോമ്പെടുത്തത് റമദാനിലാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ശഅബാനിലാണ്. അപ്പൊ അതിന് പറയാൻ കാരണം വെച്ചാൽ ആ ശഅബാനിലെ അമലുകൾ മുഴുവൻ, ആ ഒരു മാസം മുഴുവൻ അമലുകൾ ഉപരിലോകത്തേക്ക് ഉയർന്നു പോകുന്നു. അതുകൊണ്ട് അമലുകളെല്ലാം ഉയർന്നു പോകുമ്പോൾ എല്ലാം ആ നോമ്പ് ഉള്ളവനായി എന്റെ അമലുകൾ പ്രദർശിക്കും, നോമ്പുകാരന്റെ ഒരു അമലായിട്ട് അല്ലാഹു മുമ്പിൽ പ്രദർശിക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സുന്നത്ത് നോമ്പുകൾ കൂടുതൽ എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഉൾപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, കേന്ദ്രം ജനറൽ സെക്രട്ടറി ആയ മുഹമ്മദ് മദനി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ബർസഖിയായ ലോകത്തിന്, അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ദീനു കൊണ്ട് ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് നന്മകൾ, ഒരുപാട് ജീവിതത്തിലൂടെ, പ്രസംഗത്തിലൂടെ എല്ലാം ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചവും അതുപോലെ തന്നെ നേർമാർഗത്തിന്റെ വഴികളുമെല്ലാം ആ സംസാരം കൊണ്ട്, ജീവിതം കൊണ്ട് ഒരുപാട് ആളുകളുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും അർഹമുറായി പടച്ചവരാൻ അദ്ദേഹത്തെ പരലോക ജീവിതം എളുപ്പമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിന്റെ അനന്തരാവകാശികളാക്കി അദ്ദേഹത്തെ മാറ്റുമാറാകട്ടെ. അതിന്റെ വേർപാട് വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക്, മക്കൾക്ക് അല്ലാഹു സമാധാനവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും എല്ലാം ജന്നാത്തുൽ ഫിർദൗസിന്റെ അനന്തരാവകാശികളാക്കി അല്ലാഹു മാറ്റട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل دعاء انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله وصحبه اجمعين. الحمد لله رب العالمين.